അങ്ങനെ രാമേശ്വരം അമ്പലത്തിൽ 7 മണിക്ക് കയറി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറങ്ങി. അടുത്ത നമ്മളുടെ യാത്ര ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ധനുഷ്കോടിയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. പക്ഷേ ഫ്രീ റോഡാണ്, നന്നായിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ പ്രേതനഗരം എന്ന് പറയുന്ന ആ ഒരു ധനുഷ്കോടിനെ കാണാനായിട്ട് സാധിച്ചു. വളരെ അവിടെ ഉണ്ടായിരുന്ന വീടുകൾ പോയതും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ, ഞാൻ ഈ വിവരം അല്ലെങ്കിൽ ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ രീതിയിലുള്ള ജനറൽ നോളേജൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 10 മണിയോടുകൂടി ധനുഷ്കോടി എത്തി.